Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ ഞാൻ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ഈശ്വർ രജു മാം ആണ്. മാം കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. കൊടുങ്ങല്ലൂരിൽ ഒരു ക്ലിനിക്ക് നടത്തിവരികയാണ്. ഇൻസൈറ്റ് ഹോമിയോ ക്ലിനിക് എന്ന പേരിൽ ഒരു ക്ലിനിക്ക് നടത്തി വരുന്നു. മാം ആദ്യമായിട്ടാണ് നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ളത്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് അതെ. മാം. കേൾക്കാലോ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഓണമൊക്കെ കഴിഞ്ഞൊരു മൂഡിലാണ് എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? രാവിലെ എനിക്കറിയില്ല, നിങ്ങൾ എല്ലാ ദിവസവും 5:30 ക്ലബ്ബാണല്ലോ അല്ലേ? എല്ലാവരും നേരത്തെ, നിങ്ങൾക്കൊക്കെ ശീലമുണ്ട്. ആക്ച്വലി എനിക്ക് ശീലമില്ലായിരുന്നു. എന്നെ ഒന്ന് ടീച്ചർ വിളിച്ചപ്പോഴാണ് ഓക്കെ ഒരു അലേർട്ടായിട്ട് വേഗം ഞാനൊന്ന് ചാടി എണീറ്റ് റെഡി ആയിട്ട് വന്നത്. എല്ലാവരും ടയേർഡാണെന്ന് അറിയാം. അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ഇഷിൽ. ഞാൻ ഹോമിയോപ്പത്താണ്. കൊടുങ്ങല്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും കൊടുങ്ങല്ലൂർ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ളവരാണ്. എവിടെയാണ്? ഏത് ഭാഗം? പലരും ഡിഫറെന്റ്. പെരുമ്പാവൂര് അറിയില്ലേ? പെരുമ്പാവൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. എല്ലാവരെയും മാം എന്റെ കൊടുങ്ങല്ലൂരാണ്. ഞാനിപ്പോ കൊടുങ്ങല്ലൂര് പുല്ലൂറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തം വീട്ടിലേക്ക് ഓണം വെക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓ, ശരി 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 ശരി, ഓക്കെ ഓക്കെ. മാമിന്റെ വീട് എവിടെയാ? വീട് കോണത്തൂന്ന്. നമ്മുടെ ക്ലിനിക്ക് കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെ, വടക്കേ നടയില്, അമ്പലത്തിന്റെ ഫ്രണ്ട്. അമ്പലത്തിന്റെ കൊടുങ്ങല്ലൂർ എല്ലാവരും വരാറുണ്ടോ? പരിചയമുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? വരാറുണ്ട്. അമ്പലത്തിൽ വരാറുണ്ട്. അമ്പലത്തിൽ വരാറുണ്ടോ? അപ്പൊ നമ്മുടെ ക്ലിനിക്ക് അവിടെ അടുത്ത് തന്നെയാ. ഓക്കെ, ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നല്ല പണിയായിരുന്നു. വർക്കിലൂടെ ഉണ്ടായിരുന്നു അല്ലെ? നല്ല രീതിയിൽ സാധാരണ വെക്കുന്നേക്കാളും കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി എക്സ്ട്രാ വേണമല്ലോ. ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറഞ്ഞാല്, എൻ്റെ ടോപ്പിക് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് ആൻ ആറ്റിറ്റ്യൂഡ്. അതായത് നന്ദി നമ്മളുടെ ഒരു സ്വഭാവമായിട്ട്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഭയങ്കര എന്താ പറയാ, പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ക്ലാസ്സിലോട്ട് എത്തിച്ചേർന്നത് കേട്ടോ. ശരിക്കും എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഇന്ദുജിയാണ് ഈ ക്ലാസ് എടുക്കാന്ന് ഏറ്റിരുന്നത്. ഡോക്ടർക്ക് ഇന്ന് ഓണായപ്പോൾ അവര് വീട്ടിലോട്ട് പോയി. അപ്പൊ അവിടെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നില്ല, ഇഷ്യൂ ഉണ്ട്, അപ്പൊ ഞാനൊന്ന് ചേച്ചി ഒന്ന് ഇത് ഹാൻഡിൽ ചെയ്യാമോ ചേച്ചി? ഞാൻ പറഞ്ഞു ഓക്കെ ശരി, എടുക്കാം. അപ്പൊ അന്നേരം വേറൊന്നും ആലോചിച്ചില്ല. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, വല്ലാണ്ടുള്ള പ്രിപ്പറേഷനിലേക്ക് എന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുകയായിരിക്കും, കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും നമ്മുടെ ഈ ടോപ്പിക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ രാത്രി 9:30 ആയി വീട്ടിലെത്തിയപ്പോ, തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു ഓണായിട്ട്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പറയാ നാളെ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, മക്കള് 2 പേരാണ്. മൂത്താള് 13 വയസ്സ്, ചെറിയ ആള് 11 വയസ്സ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, മക്കളെ എന്താണ്, നിങ്ങൾക്ക് എന്താ തോന്നണേ, വാട്ട് ഈസ് ദാറ്റ്, ഇതെന്താ സംഭവം, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോ മൂത്താള് പറഞ്ഞു ഓക്കെ മമ്മ, നമ്മള് ഭയങ്കര താങ്ക്ഫുൾ ആവണം. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോനെ ആവാറുണ്ടോ? ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എത്രത്തോളം ഈ കുട്ടികളിലേക്ക് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അതും കൂടി ചോദിച്ചറിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം അതിന് ഞാൻ ചോദിച്ചേ, ഇന്ന് നടന്ന കാര്യങ്ങളില് മോന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ രണ്ടാളും ഇരുന്ന് ആലോചിച്ചു. ഓക്കെ, ഒരാൾക്ക് ഗെയിംസ് കളിച്ചപ്പം ജയിച്ചു. മറ്റേ കപ്പൊക്കെ വെച്ചിട്ട് നടക്കണ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ചപ്പോൾ ഞാൻ ജയിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷമല്ല, ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി തോന്നിയ, ഓക്കെ നന്നായി, നല്ലതായിരുന്നു എന്ന് തോന്നിയ ഒരു സംഭവം പറയാൻ പറഞ്ഞു.
അപ്പൊ ഇവര് പറയുന്നത് മുഴുവൻ, അപ്പൊ ഞാനിത് പറയുന്നതിന്റെ റീസൺ എന്താ വെച്ചാല്, നന്ദി തോന്നുക, നമ്മളോട് ഗ്രേറ്റ്ഫുൾനെസ് തോന്നുക എന്നുള്ളതും, അല്ലെങ്കിൽ മറ്റൊരാളോട് ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി തോന്നുക എന്നുള്ളതും, നമുക്ക് സന്തോഷം തോന്നുക എന്ന് പറയുന്ന നമുക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ മക്കളോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ എന്താ വെച്ചാൽ അവർക്ക് നേട്ടം കിട്ടിയോ എന്ന് തോന്നിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് നേട്ടം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. അപ്പൊ അതല്ലല്ലോ നന്ദി. ഞാൻ പറഞ്ഞു അതല്ല, വേറൊരാള് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, മറ്റൊരാളുടെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ അമ്മമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി, സൂപ്പർ പായസമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തു സംഭവം, പക്ഷെ താങ്ക് യു പറഞ്ഞോ, നല്ലതായിരുന്നു നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, പറഞ്ഞില്ല, സംഭവം നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മമ്മ രാവിലെ 5:30 എണീറ്റ് തലേ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 1 മണിയായി കിടന്നപ്പോ പിന്നെ എണീറ്റ് വന്ന മക്കൾ പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞു ഓക്കെ, മൊബൈൽ എടുക്ക്, ഇപ്പൊ തന്നെ വോയിസ് നോട്ട് ഇട്, മമ്മി വിളിച്ചു പറ ഫുഡ് നല്ലതായിരുന്നു, സൂപ്പർ ആയിരുന്നു, താങ്ക് യു എന്ന് പറയുന്നു പറഞ്ഞു. രാത്രി 10:30-11:00 ഇപ്പൊ വിളിച്ചില്ല, വോയിസ് നോട്ട് ഇട്ടിട്ട് പറഞ്ഞു മമ്മ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞാൻ വിളിക്കും, ഇന്ന് രാവിലെ അവർ എണീറ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തതിന് എൻ്റെ മക്കള് കണ്ട് ഒന്ന് പറഞ്ഞതിന്റെ ഒരു സന്തോഷമുണ്ട്, അത് വേറൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ്, അപ്പൊ ഇതാണ് ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒരാള് ചെയ്യുന്ന ഒരു കാര്യത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്ത് കിട്ടിയ കാര്യങ്ങൾക്കോ നമ്മൾ അതിനൊന്ന് അക്നോളജ്, നമ്മൾ അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി തിരിച്ചൊരു ഒരു റിവാർഡ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പലരും പല ലെവലിലായിരിക്കും. ചിലര് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നേ, മോർ ഓഫ് നമ്മുടെ ഇന്ത്യൻസിന് അധികം ഈ ഒരു കൾച്ചർ ഇല്ല സത്യത്തില്. അതേസമയം ഇപ്പൊ ഇന്നലെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർ അമേരിക്കയിൽ നിന്നാണ്. ഞാൻ ചിന്തിക്കുക, നമ്മൾ നടന്നു പോകുമ്പോൾ ഇവരുടെ ചിലപ്പോൾ നമ്മളൊന്ന് ചെയറൊന്ന് കസേരയൊന്ന് നീക്കിയിട്ടുണ്ടാവും, ഇവരപ്പം തന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ആണ് അവർ. നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു മൈന്യൂട്ട് കാര്യമായാൽ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു എനിക്ക് തോന്നുന്നത് അതൊരു കൾച്ചറാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ അത് അത്രയും അങ്ങോട്ട്, ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചിരിച്ചു കാണിക്കുകയായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതിനൊന്ന് എടുത്ത് പറഞ്ഞു നോക്കി നല്ലത് എന്ന് പറയാനുള്ളൊരു മനസ്സ് എത്രത്തോളം നമ്മൾ കാണിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതില് ഞാൻ ഇത് ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ നമ്മൾ പുറത്ത് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ അപരിചിതരായ ആൾക്കാരോട് പറയും, പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് താങ്ക്സ് പറയാനായിട്ട് വിട്ടുപോകും. അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം നടക്കുന്നത്, എത്രയോ പേര് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഇത്രയും അടുത്ത് നിൽക്കുന്ന എത്രയോ പേര്. ഞാൻ പറയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും ഇന്നലെ അത്യാവശ്യം നല്ല ഈ പറഞ്ഞ പോലെ പണി കഴിഞ്ഞ് ടയേർഡായി എക്സോസ്റ്റഡ് ആയിരുന്നു, പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ വീട്ടിൽ വരുന്നവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, നമ്മൾ ഇന്ന ആഘോഷിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിലൊരു വാക്ക് നമുക്ക് തിരിച്ചു കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും. ഇന്ന സാധനം നല്ല രസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന പൂക്കളിട്ട നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ കൊച്ചുമക്കളോട് പറഞ്ഞോ, മക്കളെ നന്നായിട്ടുണ്ട്, താങ്ക് യു. നമ്മൾ പറയും നന്നായിട്ടുണ്ട് വരെ നമ്മൾ പറയും, പക്ഷെ താങ്ക് യു പറയാറില്ല. ശരിയല്ലേ? നന്നായിട്ടുണ്ട്, പായസം നന്നായിട്ട്, ഇന്നലെ ഞാൻ മക്കളടുത്ത് പറയാ, അമ്മമ്മ അടുത്ത് പറഞ്ഞ പായസം നന്നായിട്ടുണ്ട്, പക്ഷെ താങ്ക് യു പറയാൻ ഇവർക്കൊരു മടി. അതറിയാലോ, അതെന്തിനാ ഇപ്പൊ പറയണേ, എന്തിനാ? അപ്പൊ എന്നോട് പറയും മമ്മ അത് ക്രിഞ്ചല്ലേ താങ്ക് യു പറയണത് എന്ന് ചോദിക്കും. അവരുടെ ഭാഷയാണ്, ജെൻസി ഭാഷയാണ്. മമ്മ അത് ക്രിഞ്ചല്ലേ, അതൊക്കെ ഒരു ലൈക്ക് ഒരു ഓവർ ആക്ടിങ് അല്ലേ എന്ന് ചോദിക്കും എന്നോട്. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് ഇപ്പൊ എന്നോട് ചോദിക്കും, അപ്പൊ ഞങ്ങള് മമ്മയുടെ അടുത്ത് താങ്ക് യു പറയണോ? ഞാൻ പറഞ്ഞു പറയണം. പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റഡ്ലി നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാൻ ചിന്തിക്കരുത് എവിടെന്നാ വരുന്നത്. ഞാൻ ഇപ്പൊ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാനിപ്പോ കഴിഞ്ഞ 15 years ആയി കൗൺസിലിംഗ് സെന്റർ നടത്തുന്നു കൊടുങ്ങല്ലൂര്. അപ്പൊ നമുക്ക് ഡെയിലി ബേസിൽ കേസസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ടെൻഷൻ സ്ട്രെസ് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഏരിയ ഓഫ് ബ്രെയിനിന്റെ നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് എഫക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് ഈ വരുന്ന വ്യക്തിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ടുള്ള ആക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെന്നാ വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് ആലോചിച്ചു. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുന്നതിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് ഇതിനകത്ത് നെഗറ്റീവ് എത്ര കാര്യമായിട്ടുള്ളത് എന്നുള്ളത്, അത് നമുക്ക് വഴിയെ പറഞ്ഞു വരാം. മെയിനായിട്ട് ഞാൻ പറയാം, നമുക്ക്
നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ എന്താ നമുക്ക് ഫീൽ ചെയ്യാം? ഒരു സന്തോഷം അല്ലേ? അത് നമുക്കല്ല, കൂടുതൽ ഫീൽ ചെയ്യുക അപ്പുറത്ത് കേൾക്കുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിന്റെ ടെക്നിക്ക് എന്താ അറിയോ? നമ്മള് താങ്ക് യു എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്താ ഉണ്ടാവുക വെച്ചാല് ആ വ്യക്തി അംഗീകരിക്കപ്പെടുകയാണ് അല്ലെ? അയാൾ ചെയ്തൊരു കാര്യത്തിന് നമ്മളൊന്ന് എടുത്തു പറഞ്ഞ് അപ്പൊ അത് ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ഇപ്പൊ ഈ സംഭവം നമുക്ക് നമ്മുടെ വീടിന്റെ അകത്ത് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ വളർന്നു വരുന്ന മക്കളിലേക്കും നമ്മുടെ പേരക്കുട്ടികളിലേക്കായാലും നമ്മുടെ മക്കൾ ഇവരിലേക്കൊക്കെ ആയാലും ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാനായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതല്ലേ നമുക്ക് കിട്ടുള്ളൂ. സോ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണോ നമ്മൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ്സ് തിരിച്ച് കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് തലയിൽ വെച്ചോട്ടോ. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു 90 to 95% നമ്മൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും ആൾക്കാരെ സ്നേഹിച്ചു, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് നെഗറ്റീവുകൾ മാത്രം വരുന്നു? എന്തുകൊണ്ട് എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു? എന്തുകൊണ്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല? എന്താ എന്നോട് ഇത്ര ദേഷ്യം എല്ലാവർക്കും? ഈ ഒരു ഫീലിംഗ് പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇല്ല ഡോക്ടറെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പരിഗണിക്കുന്നത് വളരെ മോശമായിട്ടാണ്. അപ്പൊ ഞാനതിന് ഇതായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒട്ടുമിക്ക കേസുകളിൽ, അല്ലെങ്കിൽ കേസ് ഞാൻ പറയും, ഒട്ടുമിക്കവരും ജീവിതങ്ങൾ കാണുന്നത് വെച്ചാല് നമ്മൾ വിചാരിക്കുക നമ്മൾ റിലീസ് ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ധരിക്കുന്നത്. ആക്ച്വലി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് എൻ്റെ എനർജി, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നന്നായിട്ട് നിൽക്കുന്നത്, ഞാൻ എൻ്റെ മക്കളോട് നന്നായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവർക്ക് തോന്നണമെന്നില്ല. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മിക്കപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നതിന്റെ ഒരു റീസൺ. അപ്പൊ എപ്പോഴും ഞാൻ ഈ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം തെറാപ്പി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ പേഷ്യൻസ് വരും, നെഗറ്റീവ് തോട്ട്സ് വിടാൻ പറ്റില്ല ഡോക്ടറെ, കണ്ടിന്യൂസ്. അത് എന്ത് കാര്യത്തിലും നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയും, അങ്ങനെയാ പേരിട്ട് പറയും, ദുരന്തോ എക്സ്പ്രസ്. സംഭവം എത്ര പോസിറ്റീവ് കാര്യം നടന്നാലും അതിലൊരു ദുരന്തം ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അവരുടെ ജീവിതത്തിലേക്ക് എന്താ വരിക? എന്താണോ ബ്രെയിൻ കാണുന്നത്, അല്ലെങ്കിൽ എന്താണോ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കണമെങ്കിൽ ആ സംഭവം നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യണം. ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ റിലീസ് ചെയ്യണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ റിലീസ് ചെയ്യണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വലിയൊരു ഗോൾഡൻ റൂൾ എന്താണെന്നറിയോ? അതായത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു, ആ ട്രീറ്റ്മെന്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനിവിടെ മക്കളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇന്നലെ രണ്ടുപേരും വന്നിട്ട് എന്തോ ഒരു കുഞ്ഞിക്കാര്യത്തിൽ അങ്ങോട്ട് തല്ലുപിടിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾ എന്താണോ പറയുന്നേ ആ സാധനമേ തിരിച്ചു കിട്ടുള്ളൂ. വേറെ ഒന്നും നമുക്ക് പ്രകൃതിന്നോ നമ്മളുടെ ഈ ഒരു നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടാനില്ല. നമ്മൾ എന്താണോ റിലീസ് ചെയ്യുന്നത് ആ സംഭവം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മളൊരു കമാൻഡിങ് അല്ലെങ്കിൽ ഒരു ഭയങ്കര റൂഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഡ്നെസ് തിരിച്ച് കിട്ടുള്ളൂ. അതേസമയം നമ്മൾ കുറച്ച് കൈൻഡായിട്ട് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ കാണുന്നത് സ്നേഹമായിരിക്കും, പോസിറ്റീവായിരിക്കും, ദയയായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. തോന്നിയിട്ടില്ലേ? ഈ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദിയോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു താങ്ക് യു പറയുന്ന ഒരു സമയത്ത് ആ ഒരു ബിഹേവിയറിൽ നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ റീസൺ, അതിനൊരു മെഡിക്കൽ റീസണും കൂടി ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു 3-4 കെമിക്കൽസ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും, കെമിക്കൽസ് പറയും. ഇതാണ് നമ്മളെ സന്തോഷത്തോടെ ഇരുന്നത്. അതിലൊന്നാണ് ഡോപ്പമൈൻ, രണ്ടാമത്തെയാണ് സെറട്ടോണിൻ, മൂന്നാമത്താണ് ഓക്സിറ്റോസിൻ. പേരൊന്നും ഓർത്ത് വെക്കണ്ട. പക്ഷെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ബ്രെയിനിൽ ഇങ്ങനെ പോപ്പ് ചെയ്താലേ, റിലീസ് ചെയ്താലേ നമുക്ക് എന്ത് തോന്നും? സന്തോഷം തോന്നുള്ളൂ. ഓക്കെ. ഈ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ സംഭവം നമ്മളെ എന്താ പറയാ,
നമ്മുടെ ചില ബിഹേവിയറുകൾ ഉണ്ടാക്കാനുള്ളതാ. നമുക്ക് റിവാർഡ് തരും. അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മളൊരു എക്സസൈസ് ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പൊ നിങ്ങൾ 5:30ക്ക് നിങ്ങളൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്ത് ഇപ്പൊ തുടങ്ങിയ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ ഡോപ്പമൈൻ നമ്മൾ 5:30ക്ക് എണീറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ സംഭവം റിലീസ് ആവുന്നുണ്ട്. അതാണ് നമുക്ക് പിറ്റേ ദിവസം ജോയിൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത്. ഇപ്പൊ ഡോപ്പമൈൻ്റെ മോട്ടിവേറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം. അപ്പൊ ഒരു പ്രാവശ്യം ഒരു ദിവസം നമ്മൾ എണീറ്റ് നോക്കി. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ എണീറ്റു. സത്യത്തിൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സാധാരണ ഈ നേരമൊന്നും സാധാരണ ഞാൻ കാണാറില്ല. കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട്, ഞാൻ എന്റെ കാര്യം പറയാലോ, കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടൊക്കെ എണീറ്റ് ഭയങ്കര ടയർഡായിരിക്കും, ചിലപ്പോൾ ഉറങ്ങാൻ ലേറ്റ് ആവും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റുട്ടീൻ പോവാ. അപ്പൊ സാധാരണ പക്ഷെ ഇന്ന് എണീറ്റ് ചെയ്യുമ്പോൾ ഞാൻ വേഗം വന്ന് കുറച്ചു നേരം തന്നെ ഇരുന്ന് റിലാക്സ് ആവാനുള്ള ഒരു സമയം കിട്ടി. ഓടി വന്നൊരു കട്ടനിട്ടു. എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇത് എനിക്കൊരു മോട്ടിവേഷൻ ആണ്. എന്റെ ഡോപ്പമൈൻ റിലീസ് ആകുമ്പോൾ അപ്പൊ ഞാൻ ഇന്ന് ആലോചിക്കും, ഇന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, നേരത്തെ എണീറ്റു, ടൈം ഉണ്ട്, വർക്കൗട്ട്. ഇതൊരു മോട്ടിവേഷൻ ആണ്. സോ ഇതുപോലെയാണ് നമ്മളുടെ ഈ ഗ്രേറ്റ്ഫുൾനെസ്സും ഈ നന്ദിയും വർക്കൗട്ട് ചെയ്യുന്നത്. ഡോപ്പമൈൻ റിലീസ് ചെയ്യും, സെറട്ടോണിൻ, അതുപോലെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹഗ് ചെയ്യുമ്പോൾ ഒരമ്മ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ റീസൺ ഓക്സിറ്റോസിൻ ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാനായിട്ട് ഈ നന്ദി പറയാന്ന് പറയുന്ന സംഭവത്തിന് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഫിസിക്കലി നമുക്ക് എങ്ങനെയാണ് ഫിസിക്കലി നമുക്ക് എന്ത് സന്തോഷം തരുന്നത്? അത് നമുക്ക് നല്ല ഉറക്കം തരുന്നുണ്ട്. നമ്മളെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആക്കി വെക്കുന്നുണ്ട്. BP കുറയ്ക്കും. ഞാൻ ഇന്നലെ സെർച്ച് ചെയ്യുമ്പോഴേ ഒരു റിസർച്ച് പേപ്പർ കണ്ടതാണ്. റിപ്പീറ്റഡ് ആയിട്ട് താങ്ക് യു പറയുന്ന അല്ലെങ്കിൽ നന്ദിയോടെ കാര്യങ്ങൾ ഓർക്കുന്ന ആളുകൾക്ക് BP കുറവായിരിക്കട്ടെ, കൂടുതൽ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ ഡോപ്പമൈൻ സെറട്ടോണിൻ റിലീസ് ആവുമ്പോൾ സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, അറിയോ? സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കോർട്ടിസോള്. നമ്മൾ ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുകയോ ഇറിറ്റേറ്റഡ് ആവുകയോ ചെയ്യുമ്പോൾ ഈ കോർട്ടിസോള് ഹൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യും. ഈ സാധനമാണ് ബോഡിയിൽ ഫുൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക. ഇപ്പൊ ചില തൈറോയ്ഡ് പേഷ്യൻസിനൊക്കെ ബോഡി ഫുള്ള് പെയിൻ ആയിരിക്കും. ലേഡീസിന് പൊതുവെ അങ്ങനെയാ. ഞാൻ പറയുന്നത് മേല് തൊടുമ്പോൾ പഴം തൊടുന്ന പോലെ ഇരിക്കും, ബോഡിയിൽ ഫുള്ള് നീർക്കെട്ടായിരിക്കും. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ വരുന്ന എവിടുന്ന? കോർട്ടിസോൾ റിലീസ് ആവും. അപ്പൊ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഒരു നന്ദി പറയുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ നന്ദിയോടെ ഇരിക്കുക എന്ന് പറയാൻ നമ്മുടെ ആ ഒരു ഇമോഷനെ നമുക്ക് അതുകൊണ്ട് ഫിസിക്കലി നമുക്ക് ഉണ്ടാകുന്ന ഗുണം, ഈ സ്ട്രെസ് കുറഞ്ഞു കഴിയുമ്പോൾ ശരീരവേദനകൾ കുറഞ്ഞു കൊടുക്കും. കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരവേദനകൾ കുറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുപോലെ ജോയിന്റ് പെയിൻസ് വരാതിരിക്കാനായിട്ട് ഈ ഒരു ബിഹേവിയർ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ജോയിന്റ് പെയിൻസ് അതിന്റെ കാരണം ഈ ഇൻഫ്ലമേഷൻസ് എല്ലാം വരുന്നത് സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് അതറിയാലോ. എല്ലാ റിലേഷൻഷിപ്സിന്റെയും വലിയൊരു ബോണ്ടിങ് ഫാക്ടറാണ് ഈ ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്, അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പുറമേ ഉള്ളവരോട് പറയും, ഓക്കെ, ഇന്ന ആള് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇന്ന ആളിന്റെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്തു. പക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോകും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ചിലപ്പോൾ വീട്ടിൽ നമ്മുടെ അമ്മയായിരിക്കാം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഹസ്ബൻഡ് എടുത്ത് തന്ന ഒരു ചായ ഇട്ട് തന്നു, നമ്മൾ താങ്ക് യു പറയാറുണ്ടോ? ഇല്ല. നമുക്കൊരു ചായ കിട്ടിയ സന്തോഷമാണ്, സന്തോഷം ഉള്ളിലുണ്ടാവും. പക്ഷെ അത് വാക്കായിട്ട് പുറത്തു വരാനായിട്ട് ഇച്ചിരി പാടാ. അത് നമ്മൾ വിചാരിക്കും അവര് നമ്മുടെ ആൾക്കാരല്ലേ, അവർക്കറിയാലോ, അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഈ 2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു പോയിന്റ് അതാണ്. പോയിന്റ് അല്ല, ഞാൻ ശ്രദ്ധിച്ചത്, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയുന്നുണ്ട് റിപ്പീറ്റഡ്ലി. നമുക്കത് കുറച്ച് ഓടായിട്ട് ഇവർ എന്തിനാ ഇത്രയും ഓവർ ആക്ട് ചെയ്യണ എന്തിനാ നമ്മൾ ചിന്തിക്കും. ഇവരെന്തിനാ ഇത്രയും എടുത്തു വേണം എന്തിനാ, നമുക്ക് ഫീൽ ചെയ്യുക ഒരു ഷോ ഓഫ് ആണെന്നാ ഫീൽ ചെയ്യുക. പക്ഷെ ശരിക്കും അത് അവരുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചായ എടുത്തു കൊടുത്താല്, അല്ലെങ്കിൽ ഒരു കറി പാസ് ചെയ്താല് അപ്പൊ താങ്ക് യു പറയും. ഓക്കെ. നമ്മൾ ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് കൊടുത്താല് അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന്. പക്ഷെ ആക്ച്വലി അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓക്കെ, ഒരു സ്പൂൺ എടുത്ത് കൊടുത്താൽ എനിക്കൊരു താങ്ക് യു കിട്ടും എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലെ? അപ്പം അതിലൊരു വലിയൊരു ബോണ്ടിങ് ഫാക്ടർ ഉണ്ട് നന്ദി പറ. അത് നമ്മുടെ മക്കളോടായിരിക്കാം, കുഞ്ഞുമക്കളോടൊന്നും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയില്ല, കൊച്ചുകുട്ടികളോട് നമ്മൾ എന്തിനാ താങ്ക് യു പറയുന്നതെന്നുള്ളത്. അപ്പൊ അതൊന്ന് കോൺഷ്യസ്ലി ആ ഒരു ബിഹേവിയർ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടെ റിലേഷൻഷിപ്സിനെ സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത നമ്മൾ വിചാരിക്കും, ഇനി എങ്ങനെയാണ് ഈ സംഭവം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ്? എനിക്കൊരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ എന്നറിയാം. നമ്മൾ എങ്ങനെയാണ് ഈ സംഭവം, അതിനൊരു 3-4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ, നമുക്ക് റെഗുലർ ആയിട്ടൊരു സമയം വെക്കണം.
ഇതൊരു പ്രാക്ടീസാണ്. ഞാൻ നമ്മുടെ അടുത്ത് ഡിപ്രഷനുള്ള പേഷ്യൻസ് വരുമ്പം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടാസ്ക്. നമ്മളൊരു 15 ദിവസത്തെ ടൈമിൽ ഫസ്റ്റ് വിസിറ്റിന് വന്നു കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം നമ്മളൊരു ടാസ്ക് കൊടുക്കും. അതിലൊരു ടാസ്ക്കാണ് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയ അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയണമെന്ന് തോന്നുന്ന ഒരു 3 കാര്യം വെച്ച് ഡെയിലി എഴുതാൻ പറയും. അതിന് പറയാം ജേർണലിംഗ് എന്ന് പറയും. ഒരു ദിവസത്തിൽ അതിനൊരു സമയം വേണം. അപ്പോൾ ചിലർ ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പം ഞാൻ ഇന്നലെ മക്കളുടെ അടുത്ത് ചോദിച്ച പോലെ നിങ്ങൾക്ക് താങ്ക്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കറി നല്ലതായിരുന്നു, അല്ല ഫുഡ് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നോ, സ്പെസിഫിക് ആയിട്ട് പറയാം, കറക്റ്റ് ആയിട്ട് പറയും. അപ്പോൾ ഒരാൾ പറഞ്ഞു ഓക്കെ പൈനാപ്പിളിന്റെ സ്വീറ്റ് ആയിട്ടുള്ള കറി നല്ല ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പൊ അത് ആര് വെച്ചു? ഓക്കെ, ഇന്ന ആന്റി വെച്ചു. അപ്പൊ അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ, വലിയൊരു കാര്യമല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചിലർ പറയും എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കളെ കിട്ടിയത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയും. ഞാൻ പറയാം അതല്ല, നോ, അതിപ്പോ എല്ലാവരുടെയും ജീവിതത്തിൽ മാതാപിതാക്കളുണ്ട്, എല്ലാവർക്കും അനുഗ്രഹമാണ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നന്ദിയായിട്ടിരിക്കുന്ന നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും. പിന്നെ ഇന്ന ആള് ഇപ്പൊ എനിക്ക് ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഇന്ന സംഭവം എടുത്തു തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന ആൾക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ നന്ദി പറയുന്നു, എനിക്ക് നന്ദിയായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ എഴുതണം. നമ്മളൊരു കാര്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എഴുതണം. അല്ലാതെ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഓക്കെ എനിക്ക് ശ്വസിക്കാൻ വായുണ്ട്, ഓക്കെ സന്തോഷം, ഈശ്വരൻ എനിക്ക് ശ്വസിക്കാൻ വായു തന്നു, പ്രകൃതി ഉണ്ട്, അതല്ല. നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യം. ഇന്ന് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന റോസപ്പൂവിന്റെ മുട്ട് വിരിഞ്ഞു, ഓക്കെ ഐ എം ഗ്രേറ്റ്ഫുൾ, താങ്ക് യു. വേണമെങ്കിൽ വേറെ ലെവലിൽ ആലോചിക്കാൻ വേണമെങ്കിൽ ക്യാവോസ് തിയറി എന്ന് പറയും. അത് വേണമെങ്കിൽ അത് പുഴു നിന്ന് പോകാമായിരുന്നു, പുഴുന്ന് പോയില്ലല്ലോ, അതിപ്പോ പുഴു വന്നില്ലല്ലോ, നല്ല ഭംഗിയുള്ള മനോഹരമായിട്ട് ഒരു പൂ വിരിഞ്ഞു. ബി സ്പെസിഫിക്, അതിനെയാണ് സ്പെസിഫിക് ആവെന്ന് പറയാം. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ എന്തറിയോ, കൂടുതൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. നമ്മളൊരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ട് കറക്റ്റ് അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം ലക്ഷ്യം നമുക്കുണ്ട്. ഇന്ന കാര്യത്തിന് എനിക്ക് ഇന്നലെ രാത്രി ഞാൻ എഴുതാൻ പേപ്പർ കയ്യിലെടുത്ത് വെച്ചു നോട്ട് എഴുതാനായിട്ട്, പെന്നുണ്ടായിരുന്നില്ല, പെന്റെ കുഞ്ഞു പോയിട്ട് എനിക്ക് പെന്നെടുത്തോണ്ട് വന്നു താഴേന്ന്, ഐ എം താങ്ക്ഫുൾ. ഓക്കെ, ആ സംഭവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, അപ്പോൾ നമ്മൾ ആ എഴുതുമ്പോൾ നമ്മൾ ആ ഇമോഷൻ ഫീൽ ചെയ്യണം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ടയർഡായിരുന്നു, വേണമെങ്കിൽ എനിക്ക് താഴേക്ക് പോയി എടുക്കാം, കൊച്ചിന് പറയാം എനിക്ക് പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം, പ്ലീസ് എന്ന് പറയാം, വേണമെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറയാം, പക്ഷെ പോയില്ലല്ലോ. സോ നമ്മൾ ആ കുഞ്ഞിന്റെ ഇമോഷന് ഫീൽ ചെയ്തിട്ട്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ആ ഒരു കുഞ്ഞിന്റെ ഇമോഷന് ഫീൽ ചെയ്തിട്ട് എനിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ചെയ്തത്, എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ആണല്ലോ ചെയ്തേ. വെറുതെ ഞാൻ കമാൻഡിങ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയാം. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തോടെ പോയി ചെയ്തേക്കാം. പക്ഷെ അതിനേക്കാളും സന്തോഷം എന്താ, നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് ചെയ്തു തന്ന് അതിനെ നമ്മൾ വാല്യൂ ചെയ്യുക. ആ കുട്ടി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് താഴെ പോയി പെന്നെടുത്തിട്ട് വന്നു. ഇതാണ് ബീയിങ് സ്പെസിഫിക്. അടുത്തത് നമുക്ക് വേണമെങ്കിൽ അപ്പൊ ആ ഇമോഷൻ ഞാൻ ഫീൽ ചെയ്തു, ആ ഇമോഷനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എടുത്ത് പറഞ്ഞു, മോനെ താങ്ക് യു കേട്ടോ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് കേട്ടോ, താങ്ക് യു എന്ന് പറഞ്ഞു. അതിൽ എന്താ ഉണ്ടാവാന്നറിയോ, അടുത്ത പ്രാവശ്യം നമ്മളൊരു കാര്യം ചോദിക്കുകയോ, ഇപ്പൊ ചില പാരന്റ്സ് പറയും അനുസരിക്കൂല, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയും. കുട്ടികൾ ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്തൊരു ബിഹേവിയർ ഉണ്ടെന്ന് പറയും. അതിന്റെ റീസൺ അതാ, അവർക്ക് ആ അനുസരണ വന്നുകൊണ്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞനുസരിച്ചിട്ട് അവർക്ക് എന്താ കിട്ടുന്നേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്, നമ്മളൊരു മോട്ടിവേഷനും കൂടിയാണ്. അടുത്ത പ്രാവശ്യം ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കിട്ടാനുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ ഇപ്പോഴേ ഇട്ട് വെക്കാണ്. എങ്ങനെ? ബീങ് താങ്ക്ഫുൾ. ഇങ്ങനെയാണ് നമ്മൾ ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ കണക്ഷൻസ് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ചില കാര്യം നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ട് അയക്കാം, അതായത് ചെറിയൊരു റിട്ടേൺ. ഇന്നലെ നമ്മളൊരു മെസ്സേജ് അയച്ച പോലെ ഇന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് അപ്പം തന്നെ ചെയ്യണം. ഇത് എഫക്റ്റീവ് ആവണം എപ്പോഴാണെന്നറിയോ, ആ മൊമെന്റില് അപ്പം തന്നെ ചെയ്യണം. നമുക്കൊരു കാര്യം, നമുക്ക് സാധനം കിട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് കാര്യമില്ല. ആ മൊമെന്റിൽ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ എഫക്റ്റ് ഉള്ളത്. പിന്നെ മൈൻഡ്ഫുൾ ആയിരിക്കണം. ടേക്ക് എ മൊമെന്റ്. നമ്മൾ ഈ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് നമ്മളിപ്പോ ആ ഒരു കുഞ്ഞു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വായിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവം ആയിക്കോട്ടെ, ഒന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മൊമെന്റ്, അതിനെ പറയാം മൈൻഡ്ഫുൾനെസ്. നമ്മൾ നടക്കുന്ന ഒരു കാര്യത്തിനെ പോസിറ്റീവായിട്ട് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ,
പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട്. ഇപ്പൊ ഒരു ജോലിയിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ നിർത്താട്ടെ, ഈ ഒരു പോയിന്റും കൂടി ഉള്ളൂ. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു ജോലി കിട്ടി. ഞാനിവിടെ ജോലിക്ക് കയറാനുണ്ടായ അതിന് കാരണമായ വ്യക്തി ആരായിരുന്നു, അത് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ പഠിച്ചു, എന്നെ പഠിക്കാൻ കാരണക്കാരായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നു. ഇത് നമ്മൾ ഓർക്കുകയാണ് പാസ്റ്റിലെ. പ്രസന്റിൽ ഇപ്പൊ നടന്ന കാര്യങ്ങൾ നമ്മളത് ഓർത്ത് അതെടുത്ത് പറയും. അത് സാധാരണ നടക്കാറുള്ളതാണ്. പക്ഷെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ നന്ദിയോടെ ഇരിക്കും? യെസ്, ഇതിന് നമ്മൾ പറയാ പ്രേയേഴ്സ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തില് ഈ ഒരു നന്ദി പ്രകാശനം മാത്രമാണ്. സത്യത്തിൽ പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എന്നെ ഇങ്ങനെ കാക്കണേ, ഈശ്വരാ എനിക്ക് ഇന്നത് തരണേ, എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ, അവർക്കൊന്നും വരുത്തല്ലേ, എനിക്ക് എൻ്റെ രോഗം മാറ്റി, ഇതൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും. നമുക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഭാവിയിൽ നമുക്ക് നടക്കേണ്ട ഒരു കാര്യത്തിന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് ഇന്ന PSCയിൽ എനിക്ക് ഇത് കിട്ടിയതിന് നന്ദി. അതിലെന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ബ്രെയിൻ റീവയറിങ് നടക്കും. നമ്മൾ വിശ്വസിക്കുകയാണ് ആ സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ളത്. ഇത് പ്രാർത്ഥനയുടെ ഒരു ടെക്നിക്കാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥനയുടെ ആ ഒരു പ്രെയറിന്റെ ഒരു ടെക്നിക്ക്, നടക്കണമെങ്കിലുള്ള ടെക്നിക്ക് ഇതാണ്. നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഓൾറെഡി ഭഗവാനെ എനിക്കിത് സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയാം. സോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡിയും മൈൻഡും നമ്മുടെ ഹോൾ യൂണിവേഴ്സ് ആ ഒരു എനർജി എന്താ ഡെവലപ്പ് ചെയ്യുക, ഈ ഒരു സംഭവം നടത്തിക്കേണ്ട ഫുൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. കാരണം നമ്മൾ ബ്രെയിനെ വിശ്വസിപ്പിക്കുകയാണ് ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, എനിക്ക് ഇന്ന കാര്യം, എനിക്ക് എൻ്റെ ക്ലിനിക്ക് പണി പൂർത്തിയാക്കണം കംപ്ലീറ്റ്ലി, ഞാൻ പുതിയൊരു ക്ലിനിക്കോട്ട് മാറുകയാണ്. ഞാൻ സാധാരണ ചെയ്യുക എത്രയേ ഉള്ളൂ, ഓക്കെ ഞാൻ കാണും എൻ്റെ മുമ്പിൽ ഈ ക്ലിനിക്ക് കഴിഞ്ഞു, പണി കഴിഞ്ഞു, ഓക്കെ നന്ദി, താങ്ക്ഫുൾ, ഓക്കെ സോ ഗുഡ്, എനിക്കിത് ചെയ്ത് കിട്ടി, താങ്ക് യു എന്ന് മനസ്സിൽ റിപ്പീറ്റഡ്ലി ആലോചിക്കും. സോ അത് സംഭവിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനകൾ സംഭവിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അതിന്റെ പിന്നിലെ, ഈ പ്രാർത്ഥനയുടെ പിന്നിലെ സൈക്കോളജി ആട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അതിൽ ഈ നന്ദി പ്രകടിപ്പിക്കുന്നതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന്റെ കൂടെ തീരെ ചേരാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ പറ്റില്ല, പിന്നെ ആങ്സൈറ്റി നിൽക്കില്ല, ഈ നെഗറ്റിവിറ്റി നിൽക്കില്ല, നമ്മള് അൺഫോർഗീവ്നെസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് മറക്കാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ, അതൊന്നും ഇതിന്റെ കൂടെ വർക്കൗട്ട് ആവൂല. ഓക്കെ, ഇത് നിൽക്കൂല. നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തുടങ്ങിയാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ലൈഫിൽ നിന്ന് പോകും. കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചില ആൾക്കാരുണ്ട്, ഞാൻ പറയില്ല, സെൽഫ് പിറ്റി എന്ന് പറയും. അതായത് അവനവനില്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ ഇതൊന്നും നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രേറ്റ്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയോടെയുള്ള ഒരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയാൽ ഗ്രാജുവലി നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സറിഞ്ഞ് നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിനെ എടുത്തു പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട്, വെറുതെ പറഞ്ഞിട്ടല്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി ഉണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് സന്തോഷം. അത് ഒന്നുകൂടെ നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് അതിനെ ഷാർപ്പൻ ചെയ്താൽ ഒത്തിരി നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ഒത്തിരി നല്ല ഒരു എന്താ പറയാ, മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്, നമുക്കത് പോസിറ്റിവിറ്റി കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിർത്താണ്. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ കുഞ്ഞ് ടോപ്പിക്കാണ്, ചെറിയൊരു സെഷനാണ്. ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഇതുപോലെ വീട്ടിൽ നടക്കുന്ന സംഗതികളിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് തുറന്ന് പറയാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് എന്റെ കുഞ്ഞാണല്ലോ, ഇത് എന്റെ ഭർത്താവാണല്ലോ, ഇത് എന്റെ അമ്മയാണല്ലോ, ഇവരോടൊക്കെ നന്ദി പറയണേ എന്താ, ഇവർക്ക് അറിയാമല്ലോ ഇത് ഞാൻ അവരുടേതാണല്ലോ എന്നുള്ളൊരു തോന്നല് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നന്ദി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി മുതല് അത് പറയണം. പറയുമ്പോൾ ഇനി അവർക്ക് നല്ല ഫീലിംഗ് ആയിരിക്കും, പക്ഷെ ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വന്നേന്ന് അവർ ചിന്തിക്കാൻ ഇടയുണ്ട്. എന്തായാലും പറയാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. എന്തായാലും നല്ല ഒരു ക്ലാസ്. പിന്നെ ഈശ്വരനോട് നന്ദി പറയുമ്പോൾ പറയും, തന്നതിനെല്ലാം നന്ദി, എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന് എത്രയും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്, എത്ര ജന്മം നന്ദി പറഞ്ഞാലും തീരില്ല ഭഗവാനെ എന്ന് പറയാറുണ്ട്. അല്ലാതെ ഇവരോട് ആരും നന്ദി പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഇനി അത് തുടങ്ങണം എന്തായാലും. എന്തായാലും നല്ല ക്ലാസ് മാം, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി ഇത് കേട്ടപ്പോഴേ. താങ്ക് യു. Many, many thank you, madam. Thank you. Happy morning.
ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും. എല്ലാവരും ആ എല്ലാ ദിവസവും കൂടാറുണ്ടോ? അങ്ങനെ തന്നെയാണോ? മോർണിംഗ് ക്ലാസ് എപ്പോഴും എന്ന് പറയണ്ട എല്ലാ ദിവസവും ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ എത്ര 450 അങ്ങനെ ഓ അത് കഴിഞ്ഞിട്ട് ഓ, ടോട്ടൽ എല്ലാ ദിവസവും ഉണ്ടാവും. എന്താണ് ജോയിൻ കേൾക്ക ചെയ്തതായിരുന്നു. മാം അപ്രതീക്ഷിതമായിട്ട് ജോയിൻ ചെയ്തതാണെന്ന് പറയണത് ക്ലാസ്സില്. അതെ അതെ വേറെ വേറെ മാം ആയിരുന്നു, ഡോക്ടർ ഇന്ദുജ മാം ആയിരുന്നു ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. അതെ അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ മാമിന് ആ പറഞ്ഞു പറഞ്ഞു താങ്ക് യു. ഓക്കെ. ഇനി താങ്ക് യു ഇഷൽ റിജു മാം. യെസ് നല്ല ടോപ്പിക്കും നന്നായി പ്രസന്റ് ചെയ്തു. നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നും എപ്പോഴും താങ്ക് യു പറയണമെന്നും എങ്കിൽ പോലും ഈ പറഞ്ഞത്ര ആഴത്തിൽ നമ്മൾ പറയാറില്ല. വീട്ടിലുള്ളവരെ ഇതുപോലെ എപ്പോഴും ഇന്നലെ ഇപ്പം നല്ല സദ്യ ഉണ്ടാക്കിയിരുന്നു മോളൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണലി ഒരു ഒന്നും പറഞ്ഞൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ടുണ്ട് സദ്യ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓരോന്നും വെച്ചിട്ട് അവർക്ക് കുറച്ചുകൂടെ ഒന്ന് പറയേണ്ടതായിരുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ എഴുതി വെച്ച്, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മുടെ പ്രേയേഴ്സ് ആയിട്ട് എഴുതി വെക്കുക. അതൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ പ്രാവർത്തികമാക്കാറില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നറിയാം, പക്ഷെ അധികം ചെയ്തിട്ടില്ല. അപ്പോ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വിചാരിക്കും ഒരു ദിവസം എത്ര അല്ല ആളുകളെ കണ്ടില്ലെങ്കിൽ പോലും ചുരുങ്ങിയ ഒരു 10 പേരോട് ഇന്ന് താങ്ക് യു പറയും എന്ന് വിചാരിച്ച അതെങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ച് പറയും. ചില ദിവസങ്ങൾ ഒരുപാട് പേരെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും. അപ്പം ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങൾ എല്ലാം പലയിടത്തുള്ളതാ, ലോകത്തില് അമേരിക്കയിലും പലയിടത്തും. ഞാനിപ്പോ ദുബായിലുള്ളേ, ഞാൻ മലപ്പുറത്തുള്ള ആളാ. ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ, ഞായറാഴ്ച അങ്ങോട്ട് പോകും. ഹേമലത. അപ്പം ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ചിലപ്പോ കയറാൻ പറ്റുന്നില്ലെങ്കിൽ കയറില്ലെങ്കിലും കഴിയുന്നത്ര ആ സമയത്ത്, ഇപ്പൊ ദുബായിൽ 4 മണിക്ക് കയറിയാലേ ആവുള്ളൂ, മറ്റേത് 5:30 കയറണ്ടേ. എന്നാലും പറ്റുന്ന സമയത്ത് ഇതിന് കയറാറുണ്ട്. മാമിനും കയറാം അതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞ. നല്ല നല്ല ക്ലാസ്സുകളായിരിക്കും. പലരും ആണ് എടുക്കുന്നത്, പക്ഷെ നല്ല വിഷയങ്ങളാവും ഓരോ ദിവസവും, പല പല വിഷയം. നമ്മൾ സ്വയം നന്നാവാനും നമ്മൾ കുറെ കൂടെ മെച്ചപ്പെടാനും ഒക്കെ നല്ലതാണ് ക്ലാസ്സുകൾ എടുക്കാനും. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അപ്പം ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്സ് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ പതുക്കെ ലീവ് ചെയ്ത. അങ്ങനെയൊന്നുമില്ല, ഇതിപ്പോ ഇങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞാ നിർത്തും. ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വേറെ അല്ലെ? പ്രദീപ് സർ എന്തോ പറയാൻ പോയിരുന്നു നേരത്തെ. മേഡം, ഇപ്പൊ നമ്മള് മേഡം പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നമ്മളെ ഫീഡ്ബാക്കും നമ്മളെ അഭിപ്രായങ്ങളാണ് ആദ്യം പറയുന്നത്. അത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഓക്കെ ഓക്കെ. അപ്പം അതുമായിട്ടുള്ള സബ്ജക്ട് എന്ന് പറയണ്ട ഡിസ്കസ് ചെയ്യാം. അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് സംസാരിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് മേഡത്തിൽ നിന്ന് കുറച്ചും കൂടി കിട്ടാനുണ്ടാവും. പിന്നെ നമ്മളിൽ നിന്ന് മേഡത്തിനും അങ്ങനെ മൊത്തത്തിൽ എന്ന് പറയേണ്ട ഒരു നല്ലൊരു സംഭവമാക്കി മാറ്റുക ആ ഒരു ടോപ്പിക്. ഇപ്പോഴും നമ്മളിപ്പോ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണല്ലോ. നമ്മളിപ്പോ ഓരോ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഓരോ കാലഘട്ടത്തിനും ഓരോരോ ഇതിലും മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ അതേപോലെ അങ്ങനെ ഒരു റിസർച്ച് ഡെവലപ്പ് ചെയ്യാന്നാണ് എന്താ പറയണ്ടേ വിംബിൾഡിന്റെ ഒരു ഇത് കാണുന്നത്. ഞാനിപ്പോ അടുത്തായിട്ട് വന്നത്, കൂടുതലായിട്ടില്ല. അപ്പൊ പിന്നെ ഈ താങ്ക് യുവിന്റെ കാര്യത്തിനെ പറ്റി ഒന്നും കൂടി പറയട്ടെ. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ താങ്ക് യു എന്ന് പറയുന്നതിനപ്പുറം ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് വളരെ എന്താ പറയണ്ട, അത് നന്നായിട്ടുണ്ട്, അത് നല്ല ഈ രീതിയിൽ വെച്ചത് നല്ല ഇതായിട്ടുണ്ട്, അത് അങ്ങനത്തെ രീതിയിൽ ആദ്യം ഒന്ന് എന്താ പറയണ്ട മൂവ്മെന്റ് ആക്കണം. ഓൾറെഡി ഒരു ടച്ചിങ് ആണോ. അപ്പോൾ അതിനുശേഷം പിന്നെ വെറും താങ്ക് യു അല്ല, ഒരു സിൻസിയർ താങ്ക്സ്, അങ്ങനെ രീതിയിലുള്ള ആ ഒരു ഇതുണ്ട്, ഹാർട്ട്ലി താങ്ക്സ്, ആ ഒരു ഇത് ആവണം. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയൊരു ഹാപ്പി മോർണിംഗ് അല്ലെങ്കിൽ ലവ്ലി മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചായിട്ട് എന്താ പറയണ്ട അങ്ങനെയുള്ള രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്തതാണ്. അതെല്ലാവർക്കും ഒരു എന്താ പറയണ്ടേ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട്, പരിചയപ്പെടുത്തുള്ള ആളൊക്കെ. നല്ലൊരു സന്തോഷം.
തോന്നുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും താങ്ക് യു എന്ന് പറഞ്ഞാൽ എപ്പോഴും കേൾക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇതുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവും. അങ്ങനെ പുതിയ പുതിയ ഓരോന്ന് കണ്ടുപിടിക്കുക, യെസ് യെസ് യെസ്. അതൊക്കെ. പിന്നെ മേഡം പറഞ്ഞ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇടയിൽ ഇപ്പോ മേഡം പറഞ്ഞില്ലേ, ഇപ്പൊ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഇപ്പോ ഒരു സ്ത്രീ എന്ന് പറയേണ്ട, ഒരു ഭാര്യ ഭർത്താവ് ഇത്രയും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്ന് പറയേണ്ട എന്നെ എന്ന് പറയേണ്ട കൂടുതലായിട്ട് ഇതാകുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള പറയുന്നില്ലേ അനുഭവത്തില്. അപ്പൊ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു ഭാര്യക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണ അങ്ങനെ പറ്റിയിട്ടൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. വിവാഹം പോലും എന്താണെന്ന് തന്നെ ശരിക്കും ആൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ഇല്ല. അപ്പോ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മളെ പറ്റിയിട്ട് അറിയുന്നതിനെ കൊണ്ട് ഒരു വിവാഹം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ സ്ത്രീയെ പറ്റിയിട്ട് ഓരോ പുരുഷനെ പറ്റിയിട്ട് ഓരോ സ്ത്രീയും ഓരോരോ കാര്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്സും മറ്റുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണല്ലോ അത് അവർക്ക് അത് ചെയ്യാൻ എന്താ വേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ ചെയ്യുക. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് ആയതിനു ശേഷമുള്ള വിവാഹം കഴിക്കുന്നതിന് മുന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി സെന്ററോ അങ്ങനെയുള്ള ഒന്നും സംഭവം നടക്കുന്നില്ല ഓൾറെഡി. നമ്മൾ പുരോഗതി ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, എല്ലാം പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക ശരിയായ സംഭവത്തിൽ പുരോഗതി വളരെ കുറവാണ്. അപ്പൊ വേറെ ആൾക്കാർ പറയാനുണ്ടോ എന്തെങ്കിലും? ഇപ്പൊ സമയം ലേറ്റ് ആയി പോകും. എല്ലാവരെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നല്ല ടോപ്പിക്. അപ്പൊ പുതിയ ടോപ്പിക്കായിട്ട് വരണം. മേഡം തന്നെ പറഞ്ഞ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പൊ മേഡം ഇത്രത്തോളം പഠനം നടത്തിയിട്ടുണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. MSc ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നല്ല നല്ല ടോപ്പിക്ക് മേഡത്തിന് നന്നായി ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും നല്ല എന്താ പറയണ്ട റിസർച്ച് ലെവലിൽ കാര്യങ്ങൾ വരട്ടെ. ടൈമില് ഓക്കെ താങ്ക്സ്. താങ്ക്സ് മാം. വളരെ ലേറ്റ് ആയിട്ടാണല്ലോ മാം ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നിട്ട് പോലും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാമിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, പിന്നെ പ്ലസന്റ് ആയിരിക്കുന്ന ഫേസ് ഒക്കെ വളരെ പോസിറ്റീവ് എനർജി കിട്ടി. താങ്ക്സ് മാം. താങ്ക് യു. മാം, താങ്ക് യു സോ മച്ച്. പെട്ടെന്നായിരുന്നു മാമിന്റെ അടുത്ത് മാം ക്ലാസ് എടുക്കണം തന്നെ മാം അറിഞ്ഞത് തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുക്കുകയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. അത് മാത്രല്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഈ ടോപ്പിക്ക് മുമ്പൊക്കെ വന്നിട്ടുള്ളതാണെങ്കിലും കൂടെ എത്ര കേട്ടാലും മതിയാവാത്തൊരു ടോപ്പിക്കാണ്. കാരണം നമുക്കൊരു നമ്മൾ ശരിക്കും മറന്നു പോവാണ്. നന്ദി പറയാനും അതുപോലെ തന്നെ നമ്മളുടെ വേദഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ ഖുർആൻ, ബൈബിള് അടക്കം എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രത്തിലുള്ള ഓരോ മഹാന്മാരും, ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം പലരും എപ്പോഴും ഇങ്ങനെ ഒരു ആളായിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ആ മൊമെന്റിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഫോണാണല്ലോ, ഫോണിലൊരു വാട്സപ്പും ഒരു ഇതുപോലെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ആരുമില്ല, ഞാൻ തന്നെ. അപ്പൊ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട മൊമെന്റ് ഉണ്ടായിരിക്കുമ്പോ ഞാൻ അതിൽ തന്നെ പേപ്പറും പെന്നൊന്നും നമുക്ക് എപ്പോഴും അടുത്തുണ്ടാവില്ലല്ലോ, ഫോണിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ആ മൊമെന്റിൽ അത് ചെയ്യാനായിട്ട് ഓർമ്മ വരും. മാം പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എഴുതിയിട്ട് അത് ചെയ്യുമ്പോൾ പിന്നീട് അത് വായിച്ചു നോക്കുമ്പോഴും നമുക്ക് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവുമല്ലോ. വായിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനും ഒക്കെ പറ്റുന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ്, എത്ര കേട്ടാലും മതിയാവാത്തൊരു ടോപ്പിക് തന്നെയാണ്. മാം അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. മേഡം സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യെസ്, ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്കുകളായിട്ട് വരണം. താങ്ക് യു. താങ്ക് യു കേട്ടോ. ശരി എന്നാല്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ കാണാം.